കോട്ടണിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയി വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതും ക്യാമ്പ്രിക് തന്നെയാണ് ഫാബ്രിക്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യാം. ഈ കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ വലിയ ഒരു പ്രിന്റ്, അതായത് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പിനായിട്ട്. ബോട്ടം നമുക്കൊരു സ്ട്രൈപ്പ് പാറ്റേൺ പോലെ ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈപ്പ് അല്ല, അങ്ങനെ ഒരു ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൈസ് 119 ആണ്. എല്ലാം ഒരു ഓഫ് വൈറ്റ് കളർ, ഒരു ലൈറ്റർ ടോണിലേക്കാണ് പോകുന്നത് കേട്ടോ. അതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രിന്റ് ആണ് കുറച്ച് കളർഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയാ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പോലെ, വേറിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. 119 തന്നെയാണ് പ്രൈസ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ക്രീം കളർ എന്ന് പറയാം. ആ ഒരു കളറിലേക്ക് ഒരു ഈ ഒരു ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടോ, ഇങ്ങനെ കുറച്ച് അകലത്തിലാണ് ഇതിന്റെ പ്രിന്റ് എല്ലാം വരുന്നത്. എല്ലാം സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് റെഡിമെയ്ഡ് കുർത്തിയൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കാണാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ കുറച്ച് അകലത്തില് വലിയ ഒരു പ്രിന്റ്. ഇപ്പൊ ഈ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ജയ്പൂർ കോട്ടൺ ആകുമ്പോൾ അധികം തന്നെ അങ്ങനെ ഒരു പ്രിന്റിലേക്ക് വരുന്ന പ്ലാന്റ്സും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെയാണ്. ഒരു ബഞ്ച് ഓഫ് ഒരു ഫ്ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ഗ്രേയും ആ ഒരു ബ്ലൂവും കൂടെ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഫാബ്രിക് ക്യാമ്പ്രിക് ആണ്. ഞാൻ പറയുന്നുണ്ട്, ഒന്നുകൂടി പറയാണ്, കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് നമുക്ക് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഇത് നമുക്ക് കോട്ടൺ ആണെങ്കിലും ക്യാമ്പ്രിക് ആണ്. അപ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ്. ചിലരൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഇപ്പൊ കുറെ നാളിന് ശേഷമാണ് ഒരാൾ പറഞ്ഞത് പോളിസ്റ്റർ കൈ കിട്ടിയെന്നുള്ളത്. കമന്റ് കണ്ടിരുന്നു. നമ്മൾ പോളിസ്റ്റർ അല്ല അങ്ങനെ ചെയ്യുന്നത്, പ്യുവർ കോട്ടൺ തന്നെ, പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു പാർട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ബേൺ ചെയ്ത് നോക്കിയാൽ മതി. ആഷ് പൗഡർ ഫോമിലായിരിക്കും കോട്ടന്റെ എല്ലാം വരുന്നത്. പോളിസ്റ്റർ ആണെങ്കിൽ ആ ആഷ് ഇങ്ങനെ ഉരുണ്ട ഒരു ബോൾ പോലെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത്, ഞാൻ ഈ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞല്ലോ, ഇതിന് ബോട്ടത്തിനായിട്ട് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പോകുന്ന കളേഴ്സ് ആണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു ഡിസൈനിലും വന്നിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ചെരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. ഇത് വേണമെങ്കിൽ ബോട്ടം മാത്രമായിട്ട് ചെയ്യാം, പലാസോ പോലെയൊക്കെ ചെയ്ത് വെയർ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ടോപ്പ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ആദ്യം കണ്ട ഡിസൈനും ഇതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഡിസൈനർ കുർത്തിയൊക്കെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്റെയും പ്രൈസ് 119 തന്നെ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ബേസ് കളർ എല്ലാം സെയിം ആണ്. ഇതിനകത്ത് പോകുന്ന പ്രിന്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറിലുള്ള പ്രിന്റ് ആണ്. കുറച്ച് ഉദിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. എങ്കിലും ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഈ ഫാബ്രിക്കിന്റെ ഫോൾഡിങ്ങിന് ഡിഫറൻസ് കൊണ്ടാണ് താഴോട്ട് പോകുന്ന പോലെ തോന്നുന്നത്. ആക്ച്വലി ഇത് നമുക്ക് മുകളിലോട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന ആ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നതും സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഇങ്ങനൊരു സ്ട്രൈപ്പ് പാറ്റേൺ പോലെ, സ്ട്രൈപ്പ് അല്ല, ആ ചെരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു കളർ, ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ വേറെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വണ്ണും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും കൂടെ മിക്സ് ആയി വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് എല്ലാം തന്നെ. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന കളർ എന്ന് പറയുന്നതും മാച്ച് ചെയ്യാവുന്ന ക്ലോത്ത് എന്ന് പറയുന്നതും സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്നതാണ്. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഫാബ്രിക്കിന്റെ ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ പോകുന്നത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്, ബ്ലൂ കളറിലുള്ളതാണ് കേട്ടോ. വെച്ച് കാണിക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ ഇതിന്റെ ഈ ഒരു പാർട്ടിലും സ്ലീവിന്റെ എൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷന്റെ ഒരു പാർട്ടാണ്. ഇത് വെച്ച് നമുക്ക് ബോട്ടം ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഈ ഒരു കളർ ഇങ്ങനെയാണ്, ബ്ലൂവും ഒരു ഗ്രേയും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. നമ്മൾ ഇന്ന് കണ്ടത് ക്യാമ്പ്രിക്കിലുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ. 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്, ക്യാമ്പ്രിക് ആണ്. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ടൊന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.